അനുമോദ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഇതിനിടയിൽ വിചാരണ വേളയിൽ കൂറുമാറിയ സാക്ഷികളുണ്ട്. ഇത് ഏതെങ്കിലും വിധത്തിൽ കേസിൽ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം കേരളം മുഴുവനും ആഗ്രഹിക്കുന്നത് ചെന്താമരയ്ക്ക് ഒരു വധശിക്ഷ തന്നെ ലഭിക്കണമെന്ന് തന്നെയാണ്. കാരണം ആ കുട്ടികളുടെ കണ്ണുനീർ ഒരു നാടിന്റെ മുഴുവൻ പേടി സ്വപ്നം കൂടിയാണ് ഈ ചെന്താമര. തീർച്ചയായും അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 4 സാക്ഷികളാണ് കൂറുമാറിയിട്ടുള്ളത്. അതിൽ 2 പേർ ചെന്താമരയുടെ ബന്ധുക്കളാണ്, ചേട്ടനും ഭാര്യയും അതുപോലെ ഒരു ബന്ധുവും. ഇവരുടെ മൊഴി അത്ര പ്രധാനപ്പെട്ടതല്ല എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഒരു മൊബൈൽ കണ്ടെടുത്തതിനെ കുറിച്ചാണ് അവർ മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ മറ്റൊരു സാക്ഷിയുണ്ട്, ദൃക്സാക്ഷി. അതായത് ഈ ലക്ഷ്മി മരിച്ചു കിടക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ഒരു ദൃക്സാക്ഷിയുണ്ട്. അയാളുടെ മൊഴിയാണ് മാറിയിട്ടുള്ളത്. അതിൽ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർ കാണുമ്പോൾ 10:30യോടെയാണ് ഈ ലക്ഷ്മി ഇവരെ കൊല്ലപ്പെടുന്നത്. ഇവർ 11 മണിക്കാണ് കാണുന്ന സമയത്ത് രക്തം ചീറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും അരമണിക്കൂർ കഴിഞ്ഞ് കാണുമ്പോഴുള്ളൊരവസ്ഥയിലായിരിക്കില്ല ആ മൃതദേഹം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അയാൾ കൊടുത്ത മൊഴി തെറ്റാണ് എന്ന വിശദീകരണമാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു കൂറുമാറിയ സാഹചര്യത്തിൽ വിശദീകരണമായിട്ട് കോടതിക്ക് മുമ്പാകണം. കോടതിയുടെ മുമ്പിലുള്ള കാര്യമാണ്, നമുക്ക് പൂർണ്ണമായിട്ടും ഇത് പങ്കുവയ്ക്കാൻ കഴിയില്ല. അത് പ്രോസിക്യൂഷനാണെങ്കിലും മറ്റു അഭിഭാഷകരാണെങ്കിലും ഈ കാര്യങ്ങൾ പൂർണ്ണമായും പങ്കുവയ്ക്കില്ല. കാരണം കോടതിയുടെ മുമ്പിലിരിക്കുന്നൊരു കാര്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഈ 4 പേർ കൂറുമാറിയത് കാര്യമായിട്ട് വിധിയെ ബാധിക്കില്ല എന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനുള്ളത്. അതിലേറ്റവും ശാസ്ത്രീയമായുള്ള തെളിവുകൾ പ്രധാനപ്പെട്ടതാണ്. ഒരു കൊടുവാൾ ഉപയോഗിച്ചാണ് ഈ കൊടുവാൾ എലവഞ്ചേരിയിൽ നിന്ന് ഇയാൾ ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ്. കൈ പിടി വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കൊടുവാളാണ്. ആ കൊടുവാളിൽ അതിൽ പരിശോധനയിൽ ഈ മരിച്ച 2 പേരുടെ ശരീരകോശങ്ങൾ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ കൊടുവാൾ ഉപയോഗിച്ച് ആണ് വെട്ടിക്കൊന്നത് എന്ന് തെളിയിക്കാൻ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം തെളിയിക്കുന്നതാണ്. മാത്രമല്ല കൊടുവാൾ ഇയാൾ വാങ്ങിച്ചതാണെന്ന് സാക്ഷിമൊഴിയുമുണ്ട്. അങ്ങനെ സാക്ഷിമൊഴിയും ശാസ്ത്രീയ തെളിവുകളും ഒന്നാകെ നോക്കുമ്പോൾ അത് ഈ ഒരു കൊലപാതകത്തിൽ ചെന്താമരയ്ക്കെതിരായിട്ടുള്ള ഒരു വിധി കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ വിധി വരുവാൻ പര്യാപ്തമാണ് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വിശ്വാസം. എന്നാണെങ്കിലും കോടതിക്ക് മുമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ ഈ പ്രതിയുടെ പശ്ചാത്തലവും അതിൻ്റെ ചരിത്രവും കേസിൻ്റെ ചരിത്രവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. നവമി. അനുമോദ, ഈ അയൽവാസിയായ പുഷ്പ അവിടെ നിന്ന് താമസം വരെ മാറിപ്പോകേണ്ട സാഹചര്യമായിരുന്നു. തമിഴ്നാട്ടിലേക്ക് അവർ മാറി താമസിച്ചു. അവരൊക്കെ ഏത് തരത്തിലുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്? ഇതുപോലെ സ്വന്തം നാട്ടിലേക്ക് ഇനി അവർക്ക് തിരിച്ചു വരാൻ ഭയമാണ് സ്വാഭാവികമായും. ഇനിയും നമ്മുടെ നേരത്തെ ഈ ഒരു കൊലപാതകം നടത്തിയിട്ട് പോലും ചെന്താമര തിരിച്ചു വരുന്നു, വീണ്ടും അയാളുടെ പ്രതികാരം അടങ്ങുന്നില്ല. അപ്പോൾ ഈ പുഷ്പയെ പോലെ നിരവധി പേര് തന്നെയല്ലേ ഇപ്പോഴും അവിടെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നതും? തീർച്ചയായും പുഷ്പയുടെ വീടിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തന്നെ നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല ഒരു വീടാണ്, ജീവിക്കാൻ പറ്റുന്നൊരു വീടാണ്. പക്ഷേ അവരുടെ സ്വന്തമായിട്ടുള്ള സ്ഥലവും വീടും എല്ലാം ഉപേക്ഷിച്ച് കോയമ്പത്തൂരിലെവിടെയോ വാടകയ്ക്ക് താമസിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ജീവനിൽ പേടിച്ചുകൊണ്ട് മാത്രമല്ല പുഷ്പയെ കൊല്ലുമെന്നും ഈ ചെന്താമര ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ആ ഒരു പേടിയാണ് അവർക്ക്. അവർ എന്തെങ്കിലും ചെന്താമര ജയിലിൽ ചാടി വന്നാലും തങ്ങളെ അന്വേഷിച്ചെത്തിയാൽ അവിടെ ഈ പറയുന്ന ജീവിതം എപ്പോൾ വേണമെങ്കിലും അയാളെ കത്തിക്ക് മുമ്പ് തീരുന്നൊരവസ്ഥ ഉണ്ടാകുന്നൊരു പേടി, അത് പുഷ്പയടക്കം ഇവിടെ വല്ലാതെ വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുഷ്പയൊക്കെ ഇവിടുന്ന് ജീവൻ കയ്യിൽ പിടിച്ച് പോയി എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയും. പുഷ്പയുമായി സംസാരിച്ച അയൽവാസികളോടൊക്കെ നമ്മൾ അല്പം സംസാരിച്ചിരുന്നു. അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് സുരക്ഷിതമായ ഒരു സാഹചര്യം വന്നാൽ പുഷ്പ തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷയാണ് അവരൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചത്. കാരണം ഇവിടെ ചെന്താമരയുടെ ഭീഷണി ഇല്ലെങ്കിൽ മാത്രമേ ഇനി പുഷ്പയൊക്കെ ഇങ്ങോട്ട് തിരിച്ചെത്തുള്ളൂ എന്നുള്ള അവസ്ഥ. ഇവിടെയുള്ള എല്ലാവർക്കും അതേ ഒരു പേടിയുണ്ട്. കാരണം എപ്പോഴാണ് എങ്ങനെയാണ് ഇയാൾ പ്രതികരിക്കുക എന്നൊന്നും പറയാനാകില്ല. മാത്രമല്ല 3 പേരെ കൊന്നിട്ടും പക തീരാത്ത ഒരു കൊടും ക്രൂരനെ ഭയക്കുക തന്നെ വേണം. കാരണം അത് സമൂഹത്തിൻ്റെ തന്നെ ഒരു വലിയ ഭീഷണിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ്. അതുകൊണ്ട് ഈ നാടൊന്നാകെ ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തും ഇവിടെയൊക്കെ ഉള്ള വീടുകളിലൊന്നും ആളുകളില്ല. പലരും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോയ അവസ്ഥയിലാണുള്ളത്. ഇവിടെ വളരെ 4-5 വീടുകളിപ്പോൾ ആൾതാമസമില്ലാത്ത അവസ്ഥയിലാണ്. ഇതിനൊക്കെ വഴിവെച്ചൊരു കാരണം ഈ ചെന്താമരയുടെ ഈ കൊലപാതകമാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടേക്ക് ആളുകൾക്ക് വിവാഹബന്ധം പോലും നടക്കാത്ത അവസ്ഥയിലേക്ക് ഈ സാഹചര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സമൂഹത്തെ ഒന്നാകെ, നാടിനെ ഒന്നാകെ ഈ കൊടും ക്രൂരൻ്റെ കൊലപാതകങ്ങൾ
വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാണെങ്കിലും തിങ്കളാഴ്ചയിലെ വിധി, അന്ന് ആ വിധി ഈ ഒരു നാടൊന്നാകെ പ്രതീക്ഷിക്കുന്ന പോലെ അർഹിക്കുന്ന ശിക്ഷ ഈ കൊടുംക്രൂരന് നൽകുന്നതാണെങ്കിൽ അത് നീതീകരിക്കുന്ന ഒന്നായി തന്നെ അടയാളപ്പെടുത്തപ്പെടും. ഓമി. ശരി, അനുമോദാണ് ആ വിശദാംശങ്ങൾ നൽകിയത്. കേരളം മുഴുവനും തിങ്കളാഴ്ച ഒരു ദിവസത്തേക്കായി കാത്തിരിക്കുകയാണ്. ചെന്താമര എന്ന കൊടും കുറ്റവാളിക്ക് എന്ത് ശിക്ഷയായിരിക്കും നമ്മുടെ നീതിപീഠം നൽകുക? പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.